ശരി, വളരെ നന്ദി. അത് രാംനാഥനല്ലേ? കണ്ണോത്ത് രാംനാഥൻ. അതെ. ശ്രീകുട്ടി, അമ്മയ്ക്ക് എന്ത് പറ്റി? ഇന്നലെ രാത്രി ചേച്ചി എവിടെയായിരുന്നു? അത് ഞാൻ പ്രോഗ്രാമിന്. എന്ത് പ്രോഗ്രാം? ചേച്ചി ഇന്നലെ പോയ പുറകെ നിങ്ങളുടെ ട്രൂപ്പിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിരുന്നു. നാളെ വൈകുന്നേരം തൃശ്ശൂരിനടുത്തൊരു അമ്പലത്തില് ബാലയുണ്ടെന്ന് അറിയിക്കാൻ. ചേച്ചി പ്രോഗ്രാമിന് പോയല്ലോ എന്ന് പറഞ്ഞപ്പോ അയാൾ ചോദിക്കുക എന്ത് പ്രോഗ്രാം ആണെന്ന്. ഇന്നലെ പ്രോഗ്രാം ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലെന്ന് കേട്ടപ്പോ അമ്മ തല ഇറങ്ങി മുറ്റത്ത് വീണു. അയലത്തുകാരും അറിഞ്ഞു. അമ്മ പേടിക്കണ പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഉദയൻ എന്നെ ചതിച്ചതാ. നിന്നെ ആ ദുഷ്ടം വല്ലതും എന്റെ ഈശ്വര വല്ല വിഷം തന്ന് മൂന്നും കൂടി പ്രാണം കളയേണ്ടി വരുമോ? ഈശ്വരൻ എന്നെ രക്ഷിച്ചു. അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഈ മോളെ പിന്നെ അമ്മ ജീവനോടെ കാണില്ലായിരുന്നു. അഭിമാനിയായ അച്ഛന്റെ മോളാ ഞാൻ. മാനം നഷ്ടപ്പെട്ട് ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. പിന്നെ എങ്ങനെയാ ചേച്ചി ആ കാലമാടന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടത്? ഭഗവാൻ കൃഷ്ണനെ പോലെ ഒരാൾ എന്നെ രക്ഷിച്ചു. സാവിത്രിയമ്മേ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങാ. ഇനിയിപ്പോ ഞങ്ങൾ ആവശ്യമില്ലല്ലോ. കാണാതായാല് തിരിച്ചെത്തിയല്ലോ. ഞങ്ങള് നാട്ടുകാരെ വെറുതെ ഈ നാട് മുഴുവൻ ഓടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഏതായാലും പുതിയ തൊഴിലായല്ലോ. കണ്ണോത്ത് രാംനാഥന്റെ കാറിലല്ലേ വന്നത്? അയാൾ ആരാന്നേ ഞങ്ങൾക്കറിയാം. എന്തോ ആയിക്കോട്ടെ. മോളെ ഓൻ അങ്ങനൊക്കെ പറയും. ഓനെ പേടിച്ച് ഞമ്മക്ക് ഇവിടെ ചാവാൻ പറ്റുക? പോട്ടെ മോളെ, ഒന്നും നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലല്ലോ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്നല്ലേ പറയണത്? അല്ല, പഠിച്ചവന്റെ കൃപ കൊണ്ട് ഞമ്മക്ക് പേടങ്ങാറൊന്നും പറ്റിയിട്ടില്ലല്ലോ. അതന്നെ വലിയ നസീബ് കൂട്ടിക്കോളി. എന്തേ വരൂ. ഇതുവരെയുള്ള ശമ്പളവും പാരിതോഷികമായിട്ട് ഒരു 500 രൂപയുണ്ട്. മറ്റൊന്നും തോന്നരുത്. കുട്ടിയെ ബാല ട്രൂപ്പിൽ പങ്കെടുപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുട്ടിയെ പങ്കെടുപ്പിച്ചാൽ ഈ നിൽക്കുന്ന കുട്ടികളെ അയക്കില്ലെന്നാണ് അവരുടെ രക്ഷിതാക്കൾ പറയുന്നത്. ഞാൻ എന്താ ചെയ്യുക? വിരോധമൊന്നും തോന്നരുത്. ആ സംഭവം നാട്ടിലാകെ പാട്ടായിരിക്കുക. എനിക്കാണെങ്കിൽ ട്രൂപ്പിന്റെ സൽപ്പേര് നോക്കണ്ടേ? ഇതാ കുട്ടി ഇറങ്ങിയല്ലേ, വരൂ. റിഹേഴ്സൽ കഴിഞ്ഞ് വരിക. എന്താ ഉണ്ണി? എന്നെ ട്രൂപ്പിൽ നിന്ന് പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടോ? ഞാൻ ട്രൂപ്പിലുണ്ടാവുന്നത് മറ്റു കുട്ടികൾക്ക് ചീത്ത പേരാണത്ര. എന്താ ഇത്? കണ്ട തെമ്മാടികൾ അതും ഇതൊക്കെ പറഞ്ഞു നടക്കുന്നു വെച്ചാൽ ഉണ്ണിമായി അറിയാവുന്നവരാരെങ്കിലും അത് വിശ്വസിക്കോ? വിശ്വസിക്കുന്നവരുണ്ട്. സത്യം എന്തെന്ന് അറിയാതെയാണ് ഇല്ലാത്തതൊക്കെ. ആ ഉദയനാണ് എല്ലാത്തിനും കാരണം. എല്ലാം ഞാൻ അറിഞ്ഞു. ഉണ്ണി പൊക്കോളൂ. ഉണ്ണിമായം കൊണ്ട് എവിടെയാടാ പോയത് നീ? ആശ മരിച്ചെന്ന് കരുതി അദ്ദേഹത്തിന്റെ കുട്ടിയൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതി. അപ്പൊ നീയാണ് അവളുടെ രക്ഷകനല്ലേ? അവളെ അവളുടെ അനിയത്തിയും വെച്ചോണ്ടിരിക്കുന്ന നീയാണല്ലേ?
വേണ്ട മുല്ലാക്ക, എന്നെ ഓർത്തെങ്കിലും. പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കണം നിന്റെ മറ്റേ ഏർപ്പാട് നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ നിന്റെ മുട്ടുകാരെ ഞാൻ തല്ലി ഓടിക്കും. മനസ്സറിഞ്ഞ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേട്ടാ. എന്നിട്ടാണോ ഈ ദേശത്തുന്ന ആളുകൾ അനുജന്റെ ഭാര്യയുടെയും മക്കളുടെ നടപടി ദിവസങ്ങളെ കുറിച്ച് പറയാൻ എന്റെ അടുത്തേക്ക് അവിടെ എത്തിയത്? അകലെ ചെന്ന് പാർത്താനും നാണം കിടത്തുകയെന്ന് വെച്ചാൽ സന്ധ്യയാവുമ്പോ കാറുകൾ എത്തണു, പെൺകിടാങ്ങളെയും കൂട്ടി പോണു, പുലരുമ്പോ തിരിച്ചു കൊണ്ടുപോയിട്ടു. എന്തൊക്കെയാ ആളുകൾ പറയണത്? നാണക്കേട്. തീയില്ലാതെ പുകയുണ്ടാവോ? അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടുത്തെ അടുപ്പിൽ തീ പുകയുന്നുണ്ടെന്ന് ഒരു പ്രാവശ്യമെങ്കിലും അന്വേഷിച്ച് വന്നിട്ട് നാട്ടുകാരുടെ തേടി പുകയുടെയും കാര്യം പറഞ്ഞാൽ നന്നായിരുന്നു. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോട്ട് വലിയ ശ്രീകുട്ടി, നിന്റെയൊക്കെ തോന്നിയാസം പോലെ ജീവിക്കാൻ ഇവിടെ പറ്റില്ല. ഈ വീടും പോരോടും എനിക്ക് തീരെ എഴുത്തന്നിട്ടെ എവിടെയാച്ചാ പൊയ്ക്കോ, എങ്ങനെയാച്ചാ ജീവിച്ചോ. ഓ, ഇനി ഇതിന്റെ പേര് ഞങ്ങൾ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ട് വേണമായിരിക്കും ഈ സ്ഥലം കൂടി തട്ടിയെടുക്കാൻ. വല്യച്ഛന്റെ ബുദ്ധി ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതണ്ട. മിണ്ടി പോവരുത്. മടവനടുത്ത് രണ്ടിനും വെട്ടിക്കണ്ടിച്ചിട്ട് പോവാ വേണ്ടത്. വെട്ടിക്കണ്ടിക്ക് അങ്ങ് വാ, നിന്ന് തരാം. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? ഓ ശ്രീകരൻ, ഓണം കിട്ട കൂട്ടങ്ങൾ. സാരമില്ല മോളെ, ഒക്കെ സഹിച്ചല്ലേ പറ്റൂ. വല്യച്ഛന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. വല്യച്ഛൻ അത്ര വല്യച്ഛൻ ദുഷ്ടനാ. പോട്ടെ മോളെ, നീ പോയി കൈയും മുഖം കഴുകി വിളക്ക് വെക്ക്. എന്തിനാ വിളക്ക് വെക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒന്നിനൊന്നും ദോഷമല്ലാതെ എന്തെങ്കിലും നല്ലതുണ്ടായിട്ടുണ്ടോ ഈ വീട്ടില്? എനിക്ക് വയ്യ. നിഷേധി, ദൈവദോഷം പറയുന്നു. ഇങ്ങനെയും കഴിയണത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രം. ഇച്ഛ തെറ്റിയാൽ ഈശ്വരൻ നിന്ന പാടില്ല മോളെ. ഒരു വഴി അടഞ്ഞ മറ്റൊരു വഴി തുറന്നു കിട്ടും. അല്ല, അമ്മയും മോളും കൂടി എന്ത് വർത്താനം പറഞ്ഞിക്ക? എനിക്കിങ്ങോട്ട് വരോ? ഉണ്ണിമായ നാട്ടുകാരെന്തൊക്കെയോ പറയണ കേട്ട് ആ മാഷ് ട്രൂപ്പിന്ന് പറഞ്ഞു വിട്ട്. ആ, അത് ഞാനും അറിഞ്ഞ്. മുല്ലാക പറഞ്ഞിട്ടാ ഞാൻ വന്നേ. എന്താ അമ്മനമ്മ? ഞമ്മളെ കല്യാണിക്കുട്ടിയമ്മ നടത്തുന്ന ആ നൃത്ത സ്കൂളുണ്ടല്ലോ, അതിലേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ വേണമെന്ന്. ഉണ്ണിമായന്റെ കാര്യം മുല്ലാക്ക പറഞ്ഞിക്കണേ. നിങ്ങൾ ഇഷ്ടം അറിയാൻ വിട്ടതാണ് ഇപ്പൊ എന്നെ. ഇനിയിപ്പൊ എങ്ങും പോകുന്നില്ലമ്മ. ഇതിനൊക്കെ നടന്ന എവിടെ പോയാലും ചീത്തപ്പേര്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല ആലോചന ഒത്തുവന്ന ഇവളെ കല്യാണം കഴിച്ചയക്കാന്ന് ആലോചിക്കുക. ആ, അതാ നല്ലത്. ഞാനും അതന്നെയാ വിചാരിച്ചത്. പൊന്നും പണവും ഒന്നും വാങ്ങാതെ കെട്ടാൻ ആരെങ്കിലും വരുവോ ആവോ? പൊന്നും പണവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നല്ല തറവാട്ടിൽ പിറന്ന ഐശ്വര്യമുള്ള പെൺകുട്ടി ആയിരിക്കണമെന്നേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. മേലേടത്ത് മാധവൻ നായരുടെ മോളാന്നറിഞ്ഞേ പിന്നെ ഞങ്ങൾക്കിനി ഒന്നും അന്വേഷിക്കാനില്ല. ഇനി ദിവസം അങ്ങ് നിശ്ചയിച്ചാ മതി. അടുത്ത മാസം നല്ലൊരു മുഹൂർത്തം നോക്കി ഗോവിന്ദിന്റെ അടുത്ത് കൊടുത്തു വിടാം. എന്താ? അങ്ങനെ ആവട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. എന്റെ മോനെ, പടച്ചോന്റെ കൃപയോണ്ട് ആ ഉണ്ണിമോള് രക്ഷപ്പെട്ടു. വന്ന കൂട്ടർ എന്തുകൊണ്ടും നല്ലവരാ. ആ കുട്ടിക്ക് നല്ലതേ വരുമ്മ. ആശാൻ എല്ലാരും സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. അല്ല മോനെ, ഉണ്ണിമായന്റെ കല്യാണത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ ഉമ്മ? നമ്മളല്ലാതെ പിന്നെ അവർക്ക് ആരാ ഉള്ളത്? അമ്മേ, അയാൾ വന്നിരിക്കുന്നു. ആര്? അന്ന് എന്നെ കാറിൽ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയെന്ന് പറഞ്ഞില്ലേ, അയാള് രാമനാഥൻ. അയാളുടെ കാറാണെന്ന് തോന്നുന്നു. ആപത്തിൽ നിന്നെ രക്ഷിച്ച ആളാന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ശരിയാ. അന്ന് കാറിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതിന്റെ പേരിൽ ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയതെന്ന് ഇത്ര വേഗം മറന്നു അമ്മ. വിളിച്ചിരുത്തി വർത്തമാനം പറഞ്ഞ ആ ലോഹിത്തി വീണ്ടും വരും. പിന്നെ ഈ ദേശത്ത് ജീവിക്കണ്ട. ഞാൻ രാമനാഥ്, കണ്ണോത്ത് രാമനാഥൻ. എന്താ വിളിക്കണ്ടെന്നറിയില്ല. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, അച്ഛനോടൊത്ത്. കണ്ണോത്ത് വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന് കേട്ടിട്ടുണ്ടാവും. കവിയും വാഗ്മിയും പണ്ഡിതനും ഒക്കെ ആയിരുന്നു. അച്ഛനാണ്. പാഴ്ജന്മങ്ങളായ 3 മക്കൾക്ക് അഭിമാനിക്കാൻ പോകുന്ന പേരായിരുന്നു അത്. 3-ൽ ഇളയവനാണ് ഞാൻ. അയ്യോ, മനസ്സിലായില്ലായിരുന്നു. ഇങ്ങോട്ടിരുന്നാട്ടെ. മാധവേട്ടൻ മരിച്ചപ്പോ വരാൻ കഴിഞ്ഞില്ല. ഞാൻ മദ്രാശിയിലായിരുന്നു. അച്ഛന് മാധവേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. ഇല്ലത്ത് എല്ലാ വർഷവും അച്ഛൻ്റെ പിറന്നാളിന് മാധവേട്ടൻ്റെ കഥകളി ഉണ്ടാവുമായിരുന്നു. അച്ഛൻ്റെ മടിയിലിരുന്ന ഞാൻ ആദ്യമായിട്ട് മാധവേട്ടൻ്റെ കഥകളി കാണുന്നത്. കുടിക്കാൻ എന്താണാവോ എടുക്കേണ്ടത്? ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. ആദ്യമായിട്ട് വരികയല്ലേ, ഇത്തിരി സംഭാരാവാ. അല്ല, വേണ്ടാഞ്ഞിട്ടാ. ഇവിടുത്തെ കുട്ടിയെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. അവളിവിടെ ഇല്ല, വെള്ളിച്ചന്റെ വീട്ടിൽ പോയിരിക്കുക. അതെയോ?
ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഉണ്ണിമായെ പരിചയപ്പെടാനിടയായത്. ഞാൻ കാരണം ആ കുട്ടിക്ക് ഒത്തിരി ചീത്തപ്പേരുണ്ടായിന്ന് കേട്ടു. എന്ത് പ്രായശ്ചിത്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിമിത്തം മാധവേട്ടൻ്റെ മോൾക്കൊരു ദുഷ്പേരുണ്ടായാൽ മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. പെണ്ണുങ്ങൾ മാത്രമുള്ള ഈ കുടുംബത്തിലേക്ക് കൂടെ കൂടെ വരുന്നത് ശരിയല്ലെന്നറിയാം. എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ ഒരാളെ അയക്കേ വേണ്ടൂ. ഒരു മോനെ പോലെ കരുതിയാൽ മതി. മോള് വരുമ്പോ പറയുക ഞാൻ വന്നിരുന്നു. എന്നാ വരട്ടെ. എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിക്കാൻ മടിക്കരുത്.